പിടിക്കും. നീ നോയിക്കോ. ആഹാ, അങ്ങനെ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് നീ കരുതിയോ? ഇപ്പൊ തന്നെ ഞാൻ പിടിക്കും. ഏയ് ബണ്ണി, നീ ഇവിടെ ചുറ്റി തിരിയരുതെന്ന് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. ഓ, അമ്മയായിരുന്നോ? എത്ര നേരമാണെന്ന് വെച്ചാണ് ആ മാളത്തിനുള്ളിൽ ഒളിച്ചിരിക്കുക? എനിക്ക് ബോറടിക്കുന്നു. ആ വേട്ടക്കാരൻ ഫ്രെഡിയുടെ കയ്യിൽ പെട്ടാൽ എനിക്ക് നിന്നെ സഹായിക്കാനൊന്നും കഴിയില്ല. ഓർത്തിരുന്നാൽ നല്ലത്. കഴിഞ്ഞ ആഴ്ച സംഭവിച്ചതൊക്കെ നീയും കണ്ടതല്ലേ? അതിന് മനുഷ്യർ കുറുക്കനെ തിന്നാറില്ലല്ലോ അമ്മ. അമ്മ വെറുതെ പറ്റിക്കാനൊന്നും നോക്കണ്ട. അതൊക്കെ എനിക്കും അറിയാം. ബണ്ണി, അവൻ നിന്നെ മൃഗശാലക്കാർക്ക് വിൽക്കും, അല്ലെങ്കിൽ സ്റ്റഫ് ചെയ്ത് മ്യൂസിയത്തിൽ വെക്കും. രണ്ടായാലും എനിക്കിഷ്ടമാണ്. ആ വേട്ടക്കാരൻ എന്നെ പിടിച്ചാൽ മതിയായിരുന്നു. ബണ്ണി, നീ അഹങ്കാരം പറയരുത്. ആ ക്രൂരൻ ഫ്രെഡിയുടെ കയ്യിൽ പെട്ടാൽ അമ്മ എന്നെ ബണ്ണി എന്ന് വിളിക്കുന്നത് ആദ്യം നിർത്തണം. എന്തൊരു ഫണ്ണി പേരാണ് ബണ്ണി. ഒരു കുറുക്കനിടാൻ പറ്റിയ പേര് തന്നെ. ആശാനെ, ഇവിടെ ഒരു എലി പോലും കാണുന്നില്ല. വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോഴേ എല്ലാം പമ്പ കിടക്കയാണ്. എടാ ഫ്രെഡി, നീയും ആ വഴിക്ക് പമ്പ കടന്നു പോകുന്നതായിരിക്കും നല്ലത്. സ്റ്റഫ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഐറ്റംസ് ആയിട്ടല്ലാതെ നീ ഇങ്ങ് വരണ്ട കേട്ടോടാ. ആശാൻ ആശാൻ വീരപ്പനാണെന്നാ വിചാരം. നല്ല ഒരു പുലിയുടെ അലർച്ച കേട്ടാൽ നിക്കറിൽ മുള്ളുന്നവനാണ്. ആശാനാണത്രേ ആശാൻ. ഇപ്രാവശ്യവും ആ കുറുക്കന്മാരുടെ മാളങ്ങളുള്ള അവിടേക്ക് തന്നെ പോകാം. സവിട്ടി വിടയ്യ വണ്ടി. ഈ കുറുക്കൻ മലയിൽ ഒറ്റ കുറുക്കനെയും കാണാനില്ലല്ലോ. പതുക്കെ പതുക്കെ, പുലിയാണെന്ന് തോന്നുന്നു. ഫോക്കസ്, എയിം, കൂൾഡാ കൂൾ. കമോണ്ടാ, നിന്നെ കൊണ്ട് പറ്റും. കമോൺ, ഷൂട്ട്. കിടച്ചാച്ച് കിടച്ചാച്ച് കിടച്ചാച്ച്. പുലിയല്ലയ്യാ, എലി താനെ. ഛേ, പുലിയാണെന്ന് കരുതി വെടി കൊണ്ടത് എലിക്കാണല്ലോ. ഇനിയിപ്പോ ഞാൻ ആശാനോട് എന്ത് പറയും? ആശാനെ, ഒരബദ്ധം പറ്റി. നിനക്ക് ഉണ്ടയുടെ കാശെങ്കിലും ലാഭിച്ചൂടായിരുന്നോടാ. Congratulations. Thank you. Well done, boy. താങ്ക് യു ആന്റി. നന്നായി മോനെ. Congratulations. നന്നായി മോനെ. നീ മൃഗങ്ങളുടെ ഭാഷയിലല്ലേ പഠനം അതെ നടത്തുന്നത്? അതെ, ഞാൻ മൃഗങ്ങളുടെ ഭാഷയിൽ എങ്ങനെ അവരോട് സംസാരിക്കാം എന്നുള്ളതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എനിക്ക് മൃഗങ്ങളുമായി സംസാരിക്കാനും കഴിയും. ഓക്കെ. സാവിയോ, നിനക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റ് വാങ്ങാൻ കുറച്ച് പണം പപ്പ ആ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, എടുത്തോളൂ. ആഹാ, ഓക്കെ, താങ്ക് യു അമ്മ. ഇത് കുറച്ചധികം പണമുണ്ടല്ലോ. കുറെ ഫാമിലി പാക്ക് ഐസ്ക്രീം വാങ്ങിയാലോ? മോനെ, മനസ്സിൽ ലഡ്ഡു പൊട്ടി. അല്ലെങ്കിൽ വേണ്ട, ടോയ്സ് വാങ്ങിക്കാം. ആ, എന്തായാലും പുറത്തിറങ്ങി ഒന്ന് കറങ്ങിയിട്ട് വരാം. അമ്മേ, നമ്മുടെ അപ്പൂപ്പൻ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. എന്ത് ചീത്തപ്പേര്? ഏയ്, ആ മുന്തിരി പറിക്കാൻ പോയിട്ട് കിട്ടാതെ പൊളിക്കുന്ന മുന്തിരിയാണെന്ന് നമ്പർ അടിച്ച് തിരിച്ചു വന്നതേ. അത് നാട്ടിലാകെ പാട്ടല്ലേ. ഓ, അതൊക്കെ ഒരുപാട് പണ്ടല്ലേ. ഞാനൊരു അഡ്വഞ്ചറസ് ആയ കുറുനരിയാണ്. എന്നെ ആർക്കും തടയാനാകില്ല. കുടുംബത്തിന്റെ അപമാനം ഇന്ന് തന്നെ ഞാൻ മാറ്റുന്നുണ്ട്. എടാ, പോകരുതെന്നാണ് പറഞ്ഞത്, നിൽക്കാൻ. അമ്മ, ഞാൻ പോവുകയാണ്. എന്നെ വിളിക്കരുത്. ബൈ ബൈ. ആഹാ, എന്നാ നീ പോയിട്ട് വാ, നമുക്ക് കാണാമല്ലോ. ഇവിടെ കുറുനരികളുടെ കാൽപ്പാടുകളും കാണുന്നുണ്ട്. ഈ വലയുമായി ഇവിടെ ഒളിച്ചിരിക്കാം. ജീവനുള്ള മൃഗങ്ങളെ കൊടുത്താൽ ഇരട്ടി സമ്പാദിക്കാം. ആശാന് സന്തോഷവുമാകും. മിന്നൽ തിളങ്ങി, കാറ്റും കോളും തുടങ്ങി, നാടിനാകെ കാവലാകും വീരൻ മണ്ണിൽ ഇറങ്ങി. അത്
പോയാൽ മാനം പോകും. മുൻപോട്ട് തന്നെ പോകാം, എന്തും വരട്ടെ. ഒരുത്തൻ വരുന്നുണ്ട്. ഇന്ന് അവൻ തന്നെ ഇര. ഇവിടെ പതുങ്ങിയിരിക്കാം. I am a disco dancer. I am a disco dancer. ഓ, ഇത് കിട്ടുമ്പോൾ ആശാൻ വളരെ സന്തോഷമാകും. അയ്യോ അയ്യോ, എനിക്ക് അമ്മയെ കാണണം, അമ്മയുടെ അടുത്ത് പോണമേ. അമ്മ അമ്മ. ഇനി ഒന്നും നോക്കാനില്ല, നേരെ ആശാന്റെ അടുത്തേക്ക് വണ്ടി പോട്ടെ. ഏയ് ബണ്ണി, 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 തിരികെ വാ ബണ്ണി. ഹാവൂ, പട്ടണത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക് കടന്നപ്പോൾ കുറച്ച് നല്ല വായുവെങ്കിലും കിട്ടുന്നുണ്ട്. വണ്ടി ഇവിടെ കിടക്കട്ടെ, ഒരു ചായ കുടിച്ചിട്ട് വരാം. ഈ തണൽ മരങ്ങൾ എന്തൊരാശ്വാസമാണ്. അയ്യോ, ഒരു കുറുക്കന്റെ കരച്ചിലാണല്ലോ ആ കേൾക്കുന്നത്. അവിടെയാണെന്ന് തോന്നുന്നു. എന്നെ രക്ഷിക്കണേ, അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോണേ എന്നാണല്ലോ അത് കരയുന്നത്. ആരടാ ചെറുക്കാ നീ? എന്താ ഇവിടെ ചുറ്റിത്തിരിയുന്നത്? അയ്യോ, ഈ വണ്ടിക്കകത്ത് ഒരു കുറുക്കന്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട് ചേട്ടാ. എനിക്ക് നിന്നെ ഞെരിച്ച് പൊട്ടിക്കാനാണ് തോന്നുന്നത്. ടിക്കറാവണ്ടെങ്കിൽ ഓടിക്കോടാ. ഞാൻ പണം തരാം ചേട്ടാ, അതിന് എനിക്ക് തരുമോ? എത്ര പണം? തീര ചെറുക്കൻ, വഴി മാറടാ. ഞാൻ $100 തരാം. ഇതിന് ആശാന് കൊടുത്താൽ എനിക്ക് ആകെ $10 കിട്ടും. മണ്ടനായ പണക്കാരൻ ചെറുക്കനായിരിക്കും. നിങ്ങൾ എന്താണ് ഒന്നും പറയാത്തത്? ശരി, $100 തികച്ചു തരണം. 50 ആശാന് കൊടുക്കാം. എല്ലാവരും ഹാപ്പി. ആശാനെ, ഞാൻ ആ കുറുക്കനെ $50 വിറ്റു. ഇടം മരത്തലയാ, അതിനുള്ള ഡീസൽ പോലും മുതലായില്ലല്ലോടാ. $10,000 സാധനം വെറും $50 വിറ്റിട്ട് വന്നിരിക്കുന്നു. അതിന് ആശാൻ എനിക്ക് ആകെ $10 അല്ലേ തരാറുള്ളൂ. $10 അല്ലേ തന്നുള്ളൂ. നിനക്ക് പറ്റിയ പണി ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. നീ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം, ഇല്ലെങ്കിൽ ഇടിച്ചു നിന്നെ. ഇത്രയും കാലം പറ്റിച്ചതും പോലെ കള്ളക്കളം. അയ്യോ, ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? മൃഗങ്ങളെ കൊന്ന് കള്ളക്കടത്ത് നടത്തുന്ന ഒരു സംഘത്തെ കുറിച്ച് പറയാൻ വിളിച്ചതാണ്. എനിക്ക് വീട്ടിൽ പോണം, അമ്മയെ കാണണം, വേറെ ഒന്നും വേണ്ട. എനിക്ക് വീട്ടിൽ പോണം. ശരി, ഞാൻ നിന്നെ തിരികെ വിടാം. ഇപ്പോൾ കിട്ടിയ വാർത്ത, ഒരു വലിയ കള്ളക്കടത്ത് സംഘം അറസ്റ്റിൽ. ഫ്രെഡി, ഫ്രോഡി എന്നിവരാണ് പോലീസ് പിടിയിലായത്. അമ്മ, ഞാൻ തിരികെ വന്നമ്മ. മോനെ ബണ്ണി,